സൂര്യൻ നമ്മുടെ ഭൂമിയേക്കാൾ 109 മടങ്ങ് വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ്. സൂര്യനോട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി ഒരു ചെറിയ അണുവാണ് അല്ലെ. സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തോട് നമ്മളെ ഭൂമി ചേർത്ത് വെക്കുമ്പോൾ ഭൂമി ഒരു അണുവാണ്. ഈ ഭൂമി തന്നെ 70% വെള്ളമാണ്. ഈ ഭൂമിയുടെ 70% വെള്ളമാണ്. ബാക്കി 30% ജീവികൾ. മനുഷ്യനും മനുഷ്യേതര ജീവികളുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യൻ. ആ ഒരു കോണറിലുള്ള ഒരു ചെറിയ ഭാഗത്തുള്ള മനുഷ്യന്മാരിൽപ്പെട്ട ഒരു ചെറിയ നാട്ടിലെ ഒരു ചെറിയ കുടുംബത്തിലെ ഒരു ബിന്ദു, ഒരു അണുവായ ഈ മനുഷ്യനായ നീ ഇത്രയും നമ്മൾ ചിന്തിക്കുമ്പോൾ ഭീമാകാരങ്ങളായ അള്ളാഹുവിന്റെ സൃഷ്ടികളൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അതിന് നിശ്ചയമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കേന്ദ്രത്തിലേക്ക് അത് വളരെ കൃത്യമായി സ്ഥിരമായി അത് സഞ്ചരിക്കുന്നു, ഒരു അളവ് തെറ്റാതെ. നിനക്കും ഞാൻ റൂട്ട് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, നിനക്കും ഒരു പാത നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എന്തേ നിനക്ക് നിശ്ചയിച്ചു തന്ന പാതയിൽ നിന്ന് നീ വ്യതിചലിച്ച് മാറുന്നു എന്നതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അതിനാണ് പടച്ചോൻ കാണിച്ചത് ഇതൊക്കെ പറഞ്ഞിരുന്നത്. ഇത്രയും വലിയ വലിയ സൃഷ്ടികൾ എന്റെ കൽപ്പനക്കനുസരിച്ച് അവരുടേതായ വഴിയിലൂടെ അല്ലാതെ അവയൊന്നും സഞ്ചരിക്കുന്നില്ല. മനുഷ്യ, നിനക്കും ഞാൻ വഴി നിശ്ചയിച്ചു തന്നിട്ടുണ്ടല്ലോ, ഇന്ന വഴിയിലൂടെ പോകാവൂ. എന്നിട്ടെന്തേ